നല്ല ചായയൊക്കെ ഉണ്ടാക്കിയതാ ഇതുപോലെ 2-3 ഫ്ലാസ്കിലൊക്കെ ആക്കിയിട്ട് ഈ ഒരു വണ്ടിയിൽ പോകുന്നത് ഒരു കുഞ്ഞു ഫാമിലി ട്രിപ്പാണ് കേട്ടോ. കുഞ്ഞു ഫാമിലി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും കുഞ്ഞു ഫാമിലി ട്രിപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഏരിയ ഉണ്ട്, നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ. അങ്ങോട്ടേക്ക് വരുന്ന കണ്ടില്ലേ, ഇതുപോലെ ഒരു ബൈക്കും ജീപ്പും ഒക്കെ ആയിട്ട് 2-3 ട്രിപ്പ് അടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ എത്തിയത്. ഞങ്ങൾ നടക്കാനുള്ള ലോങ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ഏരിയ. ഇത് ഒരു കുന്നും മലയും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. പിന്നീട് നമ്മുടെ ഹൈവേ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ പൊളിച്ചു മാറ്റി അവിടുന്ന് ഒരുപാട് മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് ആ സ്ഥലമൊക്കെ ആകെ കൊളാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു ചെറിയ പോർഷനോട് ബാക്കിയുണ്ട്. ഓരോരുത്തർ വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഏരിയയിൽ നിന്ന് നടന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ എത്തി അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പം മണ്ണൊക്കെ മാന്തിയ സ്ഥലത്ത് നിന്ന് കുറച്ച് ഏരിയ ബാക്കിയുണ്ട്. അവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. വൈകുന്നേരം നമുക്ക് പോയിരിക്കാനും നല്ല കാറ്റും നല്ല അടിപൊളി വൈബൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫംഗ്ഷന് കൂടിയപ്പോൾ അങ്ങോട്ടേക്ക് വൈകിട്ട് പോകാൻ കരുതി. അങ്ങനെ പോകുന്നതാണ് ഇത്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ അവിടെ ഒരു ഏരിയക്ക്. ഈ ഒരു കാണുന്ന ഏരിയ ഇവിടെ എന്ത് പറയുന്നത് വെച്ചാൽ നമ്മുടെ മമ്പുറം പാപ്പ പണ്ട് കാലത്തൊന്നോ വന്ന് അദ്ദേഹത്തിൻ്റെ കാൽപ്പാതാണ് ഇതെന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. അവിടെ എന്ത് നടക്കുന്നുണ്ട്, മാസങ്ങളിൽ സലാത്തൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ കാറ് കാണുന്ന ഏരിയയിൽ നിന്ന് ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി നടന്ന് എത്തിയത് കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കെല്ലാം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്, നല്ല പച്ചപ്പും അങ്ങനെ എന്താ പറയുക ഹരിതാപകരമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കോഫി പിന്നെ കുറച്ച് പൊരിക്കടിയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാവരും കൂടെ സംസാരിച്ചിരുന്ന് നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ച് പൊരിക്കടിയൊക്കെ കഴിച്ചിട്ട് കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നിട്ടാ. നല്ലൊരു വൈബ് തന്നെയായിരുന്നു. ഞങ്ങളുടെ ഫാമിലി എന്ന് വെച്ചാൽ കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് എല്ലാവരോടും സംസാരിച്ചിരിക്കാനും. ഇതുപോലെ എല്ലാവരും കൂടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ എല്ലാവരും ഉണ്ടാവാറുണ്ട്. നല്ല രസമാണ്. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ വാക്കുകളിൽ അത്രയും രസമാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, അവിടുന്ന് ഇറങ്ങുന്ന ഒരു ഇതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഇതുപോലെ 2-3 വണ്ടികളിലായിട്ട് തിരിച്ച് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഇത് നോക്കി ആ ഒരു സമയത്തുള്ള ഒരു വൈബ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുള്ളവർ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരണ്ട്. ഓക്കെ, ബൈ.